ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഡെയിലി വീഡിയോ വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് 12 മണി സമയത്ത് ഞാൻ വീഡിയോ ഇടും. നമ്മൾ എന്തായാലും ഈ പറയുന്ന വരുന്ന ദിവസങ്ങളിൽ ആര് കണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് വീഡിയോസ് ഉണ്ടാവും. കാരണം അത് നിങ്ങളോട് ചെയ്യുന്ന നിങ്ങൾ കാരണം ടെലഗ്രാമിൽ വോയിസ് മാത്രം ഇട്ടാൽ പോലും യൂട്യൂബിൽ മാത്രം കാണുന്നതുകൊണ്ട് തന്നെ എനിക്കും മനസ്സിലാവും ഒരു കടമയായിട്ട് തന്നെ കാണണം. കാരണം ഇപ്പോൾ ഞാൻ ഇന്നൊരു വോയിസ് ടെലഗ്രാമിൽ ഇട്ടുന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ എല്ലാവർക്കും ശ്രദ്ധ പോകണമെന്നില്ല, ചിലപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണമെന്നില്ല. അവരും ചിലപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി ഗ്രീൻ ആകുമ്പോൾ അവർക്ക് വരിക. എന്തിരുന്നാലും നമ്മളെന്തായാലും ഇനിയുള്ള 100 ദിവസം എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടാവും. മാർക്കറ്റ് കണ്ടീഷൻ ഇന്നിപ്പോൾ 96 തന്നെയാണുള്ളത്. ഇന്നലെ 97ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കി, ബട്ട് 96 സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് 99 റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റത്തെ ലക്ഷ്യം. അതേ സമയത്ത് 93ൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ റീടെസ്റ്റ് അറ്റംപ്റ്റ് ആണോന്നും അറിയില്ല, പക്ഷേ 96 തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ വാച്ച് ചെയ്യുകയാണ്. ഓൾ ഇൻ ഓൾ ഓക്കെ ആണ്. അതേ സമയത്ത് എത്തീരിയം ഈ പറയുന്ന 1800ൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 900ൻ്റെ അടുത്ത് പോയാൽ സെറ്റ് സെക്ഷനാണ്. പിന്നെ നമ്മൾ പൊതുവേ നിങ്ങളോട് പറയാറുള്ള ഒരു കോയിനാണ് NPC. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊരു കോയിനാണ്. ഈ നമ്മുടെ മീം കോയിൻസിലെ വളരെ ചെറിയ, അതായത് ഒരു NFT കോയിനാണ്, മീം കോയിനാണ്. ഇത് ഏകദേശം നല്ല ഓൾ ടൈം ഹൈ ആയ 0.06 റേഞ്ചിലേക്ക് എത്തിയിട്ട് ഇപ്പം വളരെയധികം 80% ഡൗൺ ആയിട്ട് 0.055 എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓക്കെ ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ട്. സ്റ്റിൽ മീം കോയിനാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് NPC എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത് ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. കറൻ്റ്ലി അത് അപ്ഡേറ്റ് പിടിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ BTC ഡോമിനൻസിൻ്റെ ഒരു ഈ പറയുന്ന 64 സപ്പോർട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് പതിയെ BTC ഡോമിനൻസ് കുറഞ്ഞ ആൾട്ടിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കോയിൻസൊക്കെ മൂവ്മെൻറ്റിലേക്ക് വരും. ടാവോ എന്ന് പറയുന്ന TAO ഒരു AI കോയിനാണ്. അതും WLD പോലുള്ള കോയിൻസൊക്കെ സ്റ്റിൽ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട കോയിൻസാണ്. ഞാൻ എപ്പോഴും പറയുന്ന കോയിൻസിലൊന്നാണ്. WLCൻ്റെ ഒരു ആധാർ റിലേറ്റഡ് ആയിട്ട് ഒരു ഹൈപ്പ് ചെറുങ്ങനെ പതിയെ വരുന്നുണ്ട് WLDയിൽ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതും ഒന്ന് ശ്രദ്ധ കൊടുക്കുക. നമ്മൾ 10x കോയിൻസ് തന്നെയാണ്. മാത്രമല്ല നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ തന്നെ ഇന്നലെയും ഇന്നലത്തെ വീഡിയോയിലൊക്കെ US ജോബ് ഡാറ്റ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് വീണ്ടും പറയുകയാണ്, വേൾഡിലുള്ള എല്ലാ ന്യൂസുകളും, ചില ന്യൂസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗോൾഡിൻ്റെ റേറ്റ് എങ്ങനെയാണ് മാറുന്നത്, നമ്മുടെ BTCൻ്റെ റേറ്റ് എങ്ങനെയാണ് മാറുന്നത്, ഗോൾഡിൻ്റെ റേറ്റ് മാറുമ്പോൾ, ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചിലവ് മാറ്റം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചില വീഡിയോകൾ ചില ആൾക്കാർ മിസ്സാവുന്നുണ്ട്. എന്നിരുന്നാലും ഫ്രീ ആകുമ്പോൾ ഇന്നലെയുള്ള ജോബ് ഡാറ്റ വീഡിയോസ്, ടാക്സ് വീഡിയോസ് എല്ലാം നമ്മൾ ഫ്രീ ആകുമ്പോഴേക്കെങ്കിൽ ഒന്ന് കാറ് പോകുമ്പോഴോ നിങ്ങളിത് വീഡിയോ ആയിട്ട് കാണണ്ട, ജസ്റ്റ് വോയിസ് അല്ലേ. നിങ്ങളൊരു 2x ഇട്ടിട്ട് എന്ത് ചെയ്യുക, കിടക്കുന്ന സമയത്തോ എന്തെങ്കിലും ആയിട്ട് ജസ്റ്റ് ആ വോയിസ് മാത്രം, വീഡിയോ നമ്മൾ വാച്ച് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് കുക്ക് ചെയ്യുമ്പോൾ, ആ സമയങ്ങളിലൊക്കെ ഒരു ഇയർഫോൺ ബേസ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാക്സിമം വോയിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം, ബിറ്റ് കോയിൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന 100 ദിവസം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ എടുക്കുകയും നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ എനിക്കും എന്ത് ചെയ്യപ്പെടാൻ പറ്റും, ഡെയിലി വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ ആവും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് പറയുക, ഇതിനായിട്ടൊരു സമയം കണ്ടെത്താണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിട്ട് കേട്ടുന്ന രീതിയിൽ എന്നിട്ട് മനസ്സിലാക്കുക. ഒരു 2x തന്നെ അത് പോയാൽ മതി. ആ ശീലുണ്ടായാൽ ഒരു 5 മിനിറ്റ്സ് വീഡിയോ 2.5 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. അപ്പോൾ അത് സീരിയസ് ആയിട്ട് കേൾക്കുക. എന്നിട്ട് പബ്ലിക് ഗ്രൂപ്പിൽ തന്നെ സജീവമാവുക. ഈ പറയുന്ന ബുൾ മാർക്കറ്റിൽ ഒരു മീഡിയ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.